ഇത് ആക്ച്വലി നമ്മൾ ഈ ജയ്പൂരിൽ നിന്നും പോകുന്ന വഴിക്കുള്ളൊരു കലാകേന്ദ്രയാണ്. ഇതിൻ്റെ ക്യാമ്പസിൽ ഒരു പഴയ രാജസ്ഥാൻ ഗ്രാമം എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു സാമ്പിൾ ഗ്രാമം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇതുപോലുള്ള ഗ്രാമങ്ങളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ രാജസ്ഥാനിനകത്ത് ചെന്നാലും ഒത്തിരി ഉള്ളിൽ ചെന്നാലേ കാണാൻ കഴിയുള്ളായിരിക്കും. കാര്യം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കേരളത്തിലൊക്കെ ഇതുപോലെ തന്നെ ട്രഡീഷണലായിട്ട് ഓല മേഞ്ഞുള്ള വീടുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഓല മെനഞ്ഞൊരു വീട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയത്തില്ല കേരളത്തിൽ എവിടെയുള്ളത്. അപ്പോൾ ഇത് ശരിക്കും ടിപ്പിക്കൽ ഒരു രാജസ്ഥാൻ ഗ്രാമം എങ്ങനെയാണ് എന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ളൊരിതാണ്. ഇവരിട്ടിരിക്കുന്ന പേര് ശില്പഗ്രാമം എന്നാണ്. നമുക്ക് ശില്പഗ്രാമത്തിലേക്കൊന്ന് പോകാം. എന്നിട്ട് നമുക്ക് ആ രാജസ്ഥാൻ്റെ പഴയ, അതായത് അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം. നമ്മുടെയൊക്കെ നാട്ടിലെ പണ്ടത്തെ പടിപ്പുര പോലെ രാജസ്ഥാനിലുള്ള പണ്ടത്തെ കൊച്ചു ഗ്രാമത്തിലേക്കുള്ളൊരു എൻട്രൻസ് ഇങ്ങനെയാണ്. പുല്ല് മേഞ്ഞ ഒരു പടിപ്പുര. ഇത് നമ്മുടെ കാളവണ്ടി പോലെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇത് ഒട്ടകത്തിനെ കൊണ്ടാണ് വലിപ്പിക്കുന്നത്. ഇത് ഒരൊറ്റ ഒട്ടകം വലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വാഹനമാണ്. ഓരോ വീടുകളും ഇവിടുത്തെ ഓരോ ഗോത്രവർഗം അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിൻ്റെ വീടുകളുടെ ഓരോ സാമ്പിൾസാണ്. ഇത് ബ്രിഡ്ജ് മോഡൽ എന്ന് പറയും, ഹസ്കോ മോഡൽ വീട്. ഇത് എന്താണ്, ഒരു കൊച്ചു വീട്, അതിൻ്റെ ചുറ്റും ഒരു കൊച്ചു കെട്ടുണ്ട്, അതിനൊരു വാതിലുണ്ട്. അതായത് അവർക്ക് പ്രൈവസി ഉള്ളൊരു സ്ഥലമുണ്ട് ഇതിനകത്ത്. ഈ ഒരു പക്ഷേ ഈ മൃഗങ്ങളൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ കുറച്ചും കൂടെ സേഫായിട്ടുള്ളൊരു സ്ട്രക്ചറാണിത്. കാര്യം കൊച്ചു കുട്ടികൾക്കൊക്കെ കളിക്കണമെങ്കിൽ അതിനകത്ത് സേഫായിട്ട് തന്നെ കളിക്കാം. വീടിൻ്റെ മുമ്പിൽ തന്നെ ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ മാത്രമേ പുറത്തോട്ട് വരൂ. അപ്പം മൃഗങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ സാധാരണ ഉള്ള ഗോത്രവർഗ്ഗക്കാരല്ലെങ്കിൽ അവിടെയുള്ള സാധാരണക്കാരുടെ വീട് ഈ ഒരു തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഇനി അടുത്തൊരു വീടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതെല്ലാം തന്നെ മണ്ണും കച്ചിയും ചാണകവും ഉപയോഗിച്ചുള്ള ഒരു കോമ്പിനേഷനാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. മറ്റൊരു തരത്തിലുള്ളൊരു വീടാണ്. വളരെ ഡെക്കറേഷൻ വർക്കൊക്കെ ഉണ്ട്, നല്ലൊരു രാജകീയമായിട്ടുള്ളൊരു കഥയൊക്കെ ഉണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു വീട് തന്നെയാണ് കേട്ടോ. ഒരു നല്ല തറയും നമ്മൾ ഈ ആർട്ട് പല കാര്യത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഒരു ട്രൈബൽ ഡിസൈനാണ്.
നമ്മളുടെ ചില രാജസ്ഥാൻ ഡ്രസ്സുകളിൽ കാണാം, ബെഡ്ഷീറ്റുകളിൽ കാണാം. പിന്നെ ഇങ്ങേറ്റം നമുക്ക് ചില ചുരിദാർ തുണികളിൽ വരെയും ഈ ഒരു ഡിസൈനുകൾ അവരവരുടെ വീടുകളുടെ ഒക്കെ ചുറ്റുമെല്ലാം വരച്ചു വെക്കും. വളരെ സിമ്പിളായ ആർട്ടാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ വളരെ മീനിങ് ഫുള്ളാണ്, വളരെ പവർഫുള്ളുമാണ്. ഈ വീടുകളൊക്കെ ആക്ച്വലി ഈ മരുഭൂമിയിൽ ഉണ്ടാക്കുന്ന വീടുകളുടെ കൺസെപ്റ്റാണ്. ഈ 3 മുറികളും തമ്മിൽ മതിൽ വെച്ച് ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് മൃഗങ്ങൾക്കൊന്നും തന്നെയും വീടിന്റെ കോമ്പൗണ്ടിനകത്ത് എത്താൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഒരു കൊച്ചു ഗേറ്റ് കൂടെ വെക്കുവാണെങ്കിൽ കുട്ടികൾ അങ്ങനെയുള്ളവരെല്ലാവരും ഒരു പരിധി വരെ സുരക്ഷിതമായിട്ടിരിക്കും. അപ്പൊ ആ തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷനാണിത്. ഇതൊക്കെ രാജസ്ഥാനിലെ ശരിക്കും പണ്ട് കാലത്ത് ഉള്ള കറക്റ്റ് ഓരോ വീടുകളുടെയും കറക്റ്റ് മോഡൽ അവർ പഠിച്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പം അത് ചെയ്തിരിക്കുന്ന കൺസ്ട്രക്ഷന്റെ രീതി ആയാലും എല്ലാം തന്നെയും അത് ശരിക്കും അത് തന്നെയാണ് അവർ ഇവിടുത്തെ അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്, നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി. അപ്പം നമ്മൾക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഒരുപാട് ഇതുപോലുള്ള ഐഡിയാസ് കിട്ടുന്നത്. നമ്മളെല്ലാം വീടെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മനസ്സിൽ കാണുന്നതെല്ലാം ഒരു കണ്ടംപററി ഡിസൈൻസും അല്ലെങ്കിൽ ഭയങ്കര പോഷായിട്ടുള്ള വീടുകളാണ് നമ്മുടെ മനസ്സിൽ എന്നും കണ്ട് നമ്മുടെ മനസ്സിൽ കയറുന്നത്. എന്നാൽ ഇതുപോലെയൊക്കെ ഉള്ളൊരു യാത്രയിൽ നമുക്ക് കിട്ടുന്ന ഒരു അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി എക്സ്പ്ലോർ കേരള വിത്ത് അസ് എന്ന് പറഞ്ഞൊരു ടൂർ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ www.explorkeralavitus.com എന്ന് പറയുന്ന വെബ്സൈറ്റോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസോ കയറി നോക്കിയാൽ മതി. അപ്പം എന്തെങ്കിലും ഒരു കാലത്ത് നമുക്കൊരു എന്താ പറയുക ഒരു ഹോം സ്റ്റേ റിസോർട്ട് പോലെ ഒരു കൺസെപ്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനുള്ളിൽ ഇതുപോലെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കോട്ടേജസ് ചെയ്യുകയുള്ളൂ. കാര്യം ഒരിക്കലും ഒരു വലിയ പോഷ് സാധനങ്ങൾ ഇട്ട് നമ്മൾ ഒരിക്കലും ചെയ്യത്തില്ല. കാര്യം ഇത് കണ്ടപ്പം നമുക്ക് ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ്, അതായത് വളരെ പ്രകൃതിയായിട്ട് വളരെ ഇണങ്ങി ചേരുന്ന ഒരു അറ്റാച്ച്മെൻറ്റ്സും ഒരു വളരെ ഹോംലി ഫീലിങ്ങും. അത് തന്നെയല്ല, നമ്മൾ ഈ ഓരോ റൂമിനകത്തെല്ലാം കയറി നോക്കിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് വളരെ ചൂടുള്ളൊരു കാലാവസ്ഥയാണ് ശരിക്കും ഈ രാജസ്ഥാനിൽ. ഇതിനകത്ത് ഇപ്പോഴും നല്ല തണുപ്പാണ്. ഒരുപക്ഷെ ഈ മരുഭൂമിയിലൊക്കെ താമസിക്കുന്ന ട്രൈബ്സിന് പണ്ടേ അറിയാമായിരിക്കണം നമ്മളുടെ ഇന്നത്തെ പോലെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ മാർബിളിട്ട ഫ്ലോറുകളോ ഒന്നും അല്ല ഇവിടെ ജീവിക്കാൻ വേണ്ടത്. സാധാരണ മണ്ണും ചകിരിനാലിലും അല്ലെങ്കിൽ കച്ചിയിലും ചെയ്തെടുക്കുന്ന വീടുകൾക്കാണ് അവിടെ നമുക്ക് നല്ല സുഖം നൽകാൻ കഴിയുന്നത് എന്നൊരു പക്ഷേ അവർക്ക് പണ്ട് കാലത്തെ മനസ്സിലായിരിക്കണം.
എന്തായാലും ഒരു വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് രാജസ്ഥാൻ ഗ്രാമത്തിലെ കിണറിൻ്റെ ഒരു മാതൃകയാണ്. നമ്മുടെയൊക്കെ സ്ഥലത്തെ പോലെ ഓരോ വീടുകൾക്കൊന്നും ഓരോ കിണറുകളില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടി ഒരു കോമൺ കിണറാണ്. അപ്പോൾ 4 പേർക്ക് ഒരേ സമയം 4 സൈഡിൽ നിന്നും വെള്ളം കോരാൻ പറ്റും. അങ്ങനെയാണ് ആക്ച്വലി കിണർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കിണർ എന്ന് പറയുന്നത് കോമൺ ആണ്, എല്ലാവർക്കും കോമൺ ആണ്. കാര്യം വെള്ളം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ കിണറുകളൊന്നും കുടിക്കുന്നതൊന്നും പ്രാക്ടിക്കലി എളുപ്പമല്ല. പലർക്ക് പല സമയം ഒരേ സമയം എങ്ങനെ വേണമെങ്കിലും വെള്ളം കോരാം. അത് കൂടുതൽ റിസോഴ്സുകൾ ഷെയർ ചെയ്യുന്ന ഒരു രീതിയാണ് ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ. നമ്മളുടെയൊക്കെ വീടുകളിലെ പോലെ എല്ലാം അവരവർക്ക് സ്വന്തം എന്നുള്ളതല്ല. പല കാര്യങ്ങളും കോമൺ ആയിട്ട് ഷെയർ ചെയ്യുക, അവർ തമ്മിലൊരു ഐക്യത, അതൊക്കെയാണ് ആക്ച്വലി ഇങ്ങനെയുള്ള ഗ്രാമങ്ങളുടെ ഒരു പ്രത്യേകത. അപ്പൊ രാജസ്ഥാനില് ജയ്പൂരിൽ വെച്ച് തന്നെ രാജസ്ഥാനിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ തരത്തിലുള്ള ആളുകളുടെയും വീട്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം ഒരു ഐഡിയ ഇവിടെ നിന്ന് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ, അതുപോലെ ഇതുപോലുള്ള ചാനലുകൾ, ഇതുപോലുള്ള പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്. നിങ്ങൾ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഇൻഫർമേഷൻസ് എല്ലാം കിട്ടും. അപ്പം കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഞാൻ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പം തൽക്കാലം ഇവിടുന്ന് പോകുന്നു. ബൈ.